അപ്പോൾ നമ്മൾ ഇന്നലെ സിമിലർ മെട്രിസസ് എന്താണെന്ന് പഠിച്ചു. അതായത് എ മെട്രിക്സ് എ സിമിലർ ടു ബി, ദെൻ എ ആൻഡ് ബി ഹാവ് സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. അപ്പോൾ എ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി ഡയഗണലൈസബിൾ. ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ എ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. എ സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സിൻ്റെയും എയുടെയും ക്യാരക്ടറിസ്റ്റിക് റൂട്ട് സെയിം തന്നെയായിരിക്കും. പിന്നെ എക്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടറെങ്കിൽ ഡയഗണലൈസബിൾ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ക്യൂ ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫോമിൽ വരും. നമുക്ക് നെക്സ്റ്റ് തിയറം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു എ മെട്രിക്സ് എ is said to be diagonalizable if and only if it is similar to a diagonal matrix. This means ഇവിടെ ക്ലിയർ അല്ലാത്തതുകൊണ്ട് എഴുതി. This means that there exists a matrix P such that P inverse AP equal to D, where D is equal to a diagonal matrix. Next theorem. The n by n matrix A is diagonalizable if and only if there is a set of n linear independent vectors. There is a set of n linearly independent vectors, each of which is a characteristic vector of A. അപ്പോൾ മെട്രിക്സ് എനെ ഡയഗണലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മെത്തേഡും കൂടിയുണ്ട്. അതായത് അതാണ് ഇവിടെ പറയുന്നത്. ദേ ആർ ദ സെറ്റ് ഓഫ് n linearly independent characteristic vectors corresponding to distinct characteristic root. തിയറത്തിൽ എന്താ പറയുന്നത്? The n by n matrix A is diagonalizable if and only if there is a set of n linearly independent vectors, each of which is a characteristic vector of A. അപ്പോൾ there exists n linearly independent characteristic vector, linearly independent vectors, and each of which is a characteristic vector of A. നമുക്ക് പ്രൂവ് ചെയ്യാം. First we have to show that if we have n linearly independent characteristic vectors, then A is diagonalizable. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യാം there exists n linearly independent characteristic vectors. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം A is diagonalizable. അപ്പോൾ അങ്ങനെ n linear independent vectors ഉണ്ടെങ്കിൽ then we can prove that A is diagonalizable. അപ്പോൾ take n linearly independent characteristic vectors of A corresponding to n linearly independent characteristic vectors of A as x1, x2, etc., xn, which corresponding to distinct characteristic roots lambda 1, lambda 2, etc., lambda n. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തു അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെക്റ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തു. ദെൻ നൗ ലെറ്റ് പി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ x1, x2 എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോന്നും വെക്റ്റേഴ്സാണ് കേട്ടോ. ദെൻ ലെറ്റ് പി ഈസ് ഈക്വൽ ടു, നമുക്ക് പി എന്നുള്ള മെട്രിക്സ് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x1, x2, etc., xn, x1, x2, etc., xn. അപ്പോൾ ഓരോന്നും ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സാണ്. അപ്പോൾ ഓരോ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സും കോളംസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് കോളമാണ് x1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, സെക്കൻഡ് കോളത്തിനെ x2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ആസ് കോളംസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് പി. ലെറ്റ് ലാംഡ, ക്യാപിറ്റൽ ലാംഡ, ബി ഡയഗണൽ മെട്രിക്സ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ലാംഡ 1, ലാംഡ 2, etc., ലാംഡ n ആർ ഡയഗണൽ. അപ്പോൾ നമുക്ക് ലാംഡ എന്നുള്ള മെട്രിക്സിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ ഹാവ് ദ ഡയഗണൽ എലിമെൻറ്റ്സ് ലാംഡ 1, ലാംഡ 2, etc., ലാംഡ n. നൗ പി ഇൻവേഴ്സ് എ പി. ഇപ്പോൾ പി എന്താണെന്ന് നമ്മളോട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പി ഈസ് ഈക്വൽ ടു ദ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ്, n distinct characteristic vectors corresponding to lambda 1, lambda 2, etc., lambda n.
നൗ പി ഇൻവേഴ്സ് എ പി ഇസ് ഈക്വൽ ടു, അപ്പോൾ പി ഇൻവേഴ്സ് എ പി എന്താണെന്ന് കണ്ടുപിടിക്കാം. പി ഇൻവേഴ്സ് എ പി ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ഇൻറ്റു എ പി എന്ന് കൊടുക്കാം. അപ്പോൾ എ പി എന്ന് പറഞ്ഞാൽ എന്താ, എ പി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ദ മെട്രിക്സ് പി. പി എന്ന് പറഞ്ഞാൽ എന്താ, x1 x2 എക്സെട്ര xn ആർ ആസ് കോളംസ്. ഓരോന്നും വെക്റ്റേഴ്സാണ് അല്ലേ, ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AX1 AX2 എക്സെട്ര AXn കിട്ടും. അപ്പോൾ ഇവിടെ പി ഇൻവേഴ്സ് പുറത്തുണ്ട്. നോ വി നോ ദാറ്റ് x1 x2 ഒക്കെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം, AX1 ഇസ് ഈക്വൽ ടു ലാംഡ x1 AX1 ഇസ് ഈക്വൽ ടു ലാംഡ 1 x1. അതുപോലെ AX2 എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ 2 ആണ്. അപ്പോൾ അതിനെ നമുക്ക് AX2 ഇസ് ഈക്വൽ ടു ലാംഡ 2 x2 എന്ന് എഴുതാം. അതുപോലെ AXn ഇസ് ഈക്വൽ ടു ലാംഡ n xn എന്ന് എഴുതാം. അപ്പോൾ ഇനി ഇപ്പോൾ ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n ആർ കോൺസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇതിനെ x1 x2 എക്സെട്ര xn മാത്രം ഇവിടെ നിർത്തിയിട്ട് ലാംഡ 1നെയൊക്കെ അതേപോലെ തന്നെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ ലാംഡ 1 ലാംഡ 2 എന്നുള്ളത് ഡയഗണൽ എലിമെൻറ്റ്സ് ആണെങ്കിൽ മാത്രമേ ഈ ലാംഡ 1 x1 ലാംഡ 2 x2 എന്നുള്ള ഇത് കിട്ടുള്ളൂ. നോക്കാം, ഇവിടെ x1 x2 എക്സെട്ര എന്നുള്ള xn ആർ കോളംസ്. ദെൻ ദ മെട്രിക്സ് ലാംഡ 1 അങ്ങനെ മെട്രിക്സ് ക്യാപിറ്റൽ ലാംഡ മെട്രിക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് നോക്കാം. x1 ഇൻറ്റു ലാംഡ 1 ഫസ്റ്റ് വാല്യൂ, പിന്നെ അടുത്തത് ദിസ് ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ അവിടെ ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആയി പോകും. ആകെ ബാക്കിയുള്ളത് ലാംഡ 2 x2 മാത്രം വരും. പിന്നെ അതേപോലെ ഇതിനെ ഈ ഫസ്റ്റ് കോളത്തിന് ലാസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും xn ഇൻറ്റു ലാംഡ എന്ന് കിട്ടും. അപ്പോൾ therefore we can write it as lambda 1 x1 lambda 2 x2 etc. lambda n xn can be written as x1 x2 etc. xn into this the matrix as diagonals lambda 1 lambda 2 etc. lambda n. ഇനി ഇവിടെ പി ഇൻവേഴ്സ് ഇൻറ്റു ദിസ്, ഇത് നമ്മൾ പി എന്നല്ല ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പി ഈസ് ഈക്വൽ ടു x1 x2 etc. xn ആസ് കോളം വെക്റ്റേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ആർ കോളം വെക്റ്റേഴ്സ്, കോളം വാല്യൂസ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പി ഇൻവേഴ്സ് ഇൻറ്റു പി ആണ് ഇത് അല്ലേ. പി ഇൻവേഴ്സ് ഇൻറ്റു പി ഈസ് ഈക്വൽ ടു ഐ. therefore we get പി ഇൻവേഴ്സ് എ പി ഈസ് ഈക്വൽ ടു, പി ഇൻവേഴ്സ് എ പി എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പി ഇൻവേഴ്സ് ഇൻറ്റു ദിസ് ഇൻറ്റു ദ മെട്രിക്സ് ലാംഡ ക്യാപിറ്റൽ ലാംഡ. അപ്പോൾ പി ഇൻവേഴ്സ് ഇതിനെ നമുക്ക് പി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ പി ഇൻവേഴ്സ് പി ഇൻറ്റു ലാംഡ. അപ്പോൾ പി ഇൻവേഴ്സ് പി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ലാംഡ ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ നമ്മളെന്താ പ്രൂവ് ചെയ്ത്, പി ഇൻവേഴ്സ് എ പി ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്തു. ആണ് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്. അപ്പോൾ n ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ഡയഗണലൈസ് ചെയ്യാം. n ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ആ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാം. എന്തായിരിക്കും ഡയഗണലൈസ് ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ്, അത് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n ദ ഐഗൻ വാല്യൂസ് ആസ് ഡയഗണൽ ആയിട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് പി ആണ്. പി എന്ന് പറഞ്ഞാൽ പി is defined as x1 x2 etc. xn where they are the characteristic vectors corresponding to n distinct characteristic roots lambda 1 lambda 2 etc. lambda n. അതാണ് ഡയഗണലൈസേഷൻ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അപ്പോൾ അടുത്തത് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ പഠിക്കണം. അതേപോലെ തന്നെ ഡയഗണലൈസ് ചെയ്യുന്നതിൻ്റെ വേറൊരു ഫോമാണ് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന അതൊക്കെ. സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടുത്ത പ്ലാറ്റ്ഫോമിൽ ഒരു പ്ലെയിനിൽ നമ്മൾ ഒരു കാര്യം ഡിഫൈൻ ചെയ്തു, പിന്നെ അടുത്ത പ്ലെയിനിൽ അതെങ്ങനെ
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വരുന്നു എന്നുള്ളതാണ് നമ്മളിതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോട്ടോനെ നമുക്ക് മെട്രിക്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പറയാം. അതേപോലെ തന്നെ ഒരു മെസ്സേജ് അതൊരു മെട്രിക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒരു പ്ലെയിനിലുള്ള മെട്രിക്സിനെ മറ്റൊരു പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തിയറം കൂടിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് തിയറം 1 and 2 നമ്മൾ പ്രൂവ് ചെയ്യും. നമുക്ക് തിയറം 1 and 2 ജെ മേദിയുടെ ടെക്സ്റ്റിൻ്റെ ഇത് കഴിഞ്ഞ ഉടനെ പറയും. Any two characteristic vectors corresponding to two distinct characteristic roots of a Hermitian matrix are orthogonal. അതാണ് തിയറം 1 ട്ടോ. സോറി, തിയറം 2 എന്ന് ഇവിടെ ഇതിൻ്റെ തിയറം 1. Any two characteristic vectors corresponding to two distinct characteristic roots of a Hermitian matrix are orthogonal. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത് മേദിയുടെ ടെക്സ്റ്റിൽ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, നോക്കാം. Any two characteristic vectors corresponding to two distinct characteristic roots of a Hermitian matrix are orthogonal. Hermitian matrix എന്ന് പറഞ്ഞാൽ എന്താ? A transpose conjugate is equal to A. അതാണ് Hermitian matrix. A transpose conjugate is equal to A. അപ്പോൾ ഈ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റിന് നമുക്ക് എ തീറ്റ എന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? The characteristic vectors corresponding to two distinct characteristic roots of a Hermitian matrix are orthogonal എന്ന് പ്രൂവ് ചെയ്യണം. Let x1 x2 be two characteristic vectors corresponding to two distinct characteristic roots λ1 and λ2 of Hermitian matrix A. അപ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഉണ്ട്, λ1 λ2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെക്റ്റേഴ്സാണ് x1 x2. അപ്പോൾ എന്താ എഴുതാം? x1 is equal to λ1 x1 എഴുതാം, x2 is equal to λ2 x2 എന്ന് എഴുതാം. അപ്പോൾ λ1ഉം λ2ഉം റിയലാണ്. അപ്പോൾ then pre-multiplying first equation by ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ x2 ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് x2 തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x2 തീറ്റ ഇൻറ്റു x1 is equal to λ1. അപ്പോൾ λ1 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണല്ലോ, റിയൽ ആണല്ലോ. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കാം. λ1 ഇൻറ്റു x2 തീറ്റ ഇൻറ്റു x1 ഒരു ഇക്വേഷനായി. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനെ x1 തീറ്റയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x1 തീറ്റയും കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x1 തീറ്റ ഇൻറ്റു x2 is equal to λ2 ഇൻറ്റു x1 തീറ്റ x2. അപ്പോൾ λ2നെ പ്രത്യേക കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പ്രത്യേകം കൊണ്ടുവന്നു x1 തീറ്റ ഇൻറ്റു x2 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷൻ്റെ ഹോൾ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എടുക്കുക. അതായത് x2 തീറ്റ എ x1 ദ ഹോൾ റേസ് ടു ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എടുക്കുക. അപ്പോൾ എന്താ വരിക നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ എടുക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ദ ഹോൾ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ്. അപ്പോൾ ഈ സൈഡിൽ തന്നെ എന്താ വരുന്നത് നോക്കാം. x2 തീറ്റ എ x1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ λ1 x1 ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ x1 വരെ നമ്മൾ λ1 x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നോക്കട്ടെ, x1 is equal to λ1 x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ λ1 is a constant, therefore that is taken outside. അപ്പോൾ λ1 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഉള്ളത് x2 തീറ്റ x1. x1 is equal to λ1 x1. അപ്പോൾ ഈ λ1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. λ1 ഇൻറ്റു x2 തീറ്റ ഇൻറ്റു x1 ദ ഹോൾ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ്. ഇനി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് x2 x1 is equal to x2 തീറ്റ x1 ദ ഹോൾ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് is equal to ഇതിൻ്റെ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ x1 ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് x1 തീറ്റ ഇൻറ്റു എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഇൻറ്റു x2 തീറ്റ ഇവിടെ ഉണ്ട്. ഹോൾ തീറ്റ എന്ന് പറയുമ്പോൾ x2 തീറ്റ ദ ഹോൾ റേസ് ടു തീറ്റ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് x2 ഇറ്റ്സെൽഫ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുന്ന പോലെ തന്നെ അത് നേരെ ഇപ്പുറത്തേക്ക് ആയിട്ട് വരും അല്ലേ. x1 ആണ് ആദ്യം വരിക, പിന്നെ എ, പിന്നെ x2, അങ്ങനെ
എ എക്സ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എക്സ് എ എന്നല്ലേ വരിക. അതേപോലെ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ x1 തീറ്റ ഇൻറ്റു എ എക്സ് ടു എന്ന് വരും. ഇനി എ എക്സ് ടു ഇസ് ഈക്വൽ ടു ലാംഡ ടു എക്സ് ടു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ലാംഡ ടു എക്സ് ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആ ലാംഡ ടുവിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, കോൺസ്റ്റൻ്റ് അല്ലേ. പിന്നെ ഉള്ളത് x1 തീറ്റ ഇൻറ്റു എക്സ് ടു. അപ്പോൾ ഇങ്ങനെ കിട്ടി. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ഹോൾ റേസ് ടു തീറ്റ. ഇവിടെ നമുക്ക് ലാംഡ വണ്ണിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ലാംഡ വൺ ഇൻറ്റു എക്സ് ടു തീറ്റ x1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ x1 തന്നെ വരും ലാംഡ വൺ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. ഇനി ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എടുക്കുക. ലാംഡ വൺ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കും, അതിന് മാറ്റമൊന്നും വരില്ല. പിന്നെ x2 ഇതിൻ്റെ x1 തീറ്റ ഇൻറ്റു x2 തീറ്റ ദ ഹോൾ തീറ്റ എന്ന് വെച്ചാൽ x2 തന്നെ. അപ്പോൾ x1 തീറ്റ ഇൻറ്റു എക്സ് ടു എന്ന് വരും. ഇപ്പുറത്ത് ഓൾറെഡി നമ്മൾ കിട്ടിയിട്ടുണ്ട് ലാംഡ ടു ഇൻറ്റു x1 തീറ്റ x2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ x2 എന്ന് വന്നത് തെറ്റാണ് കേട്ടോ, x1 തീറ്റ ഇൻറ്റു x2 ആണ്. അതേപോലെ തന്നെ ഇവിടെയും x1 തീറ്റ ഇൻറ്റു x2 എന്ന് കിട്ടിയിട്ടുണ്ട്, ലാംഡ വൺ ഇൻറ്റു x1 തീറ്റ ഇൻറ്റു x2. അപ്പോൾ അതിന് ഈ റൈറ്റ് സൈഡിലുള്ള ഇവിടെ x2 അല്ല x1 ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, ലാംഡ വൺ മൈനസ് ലാംഡ ടു ഇൻറ്റു x1 തീറ്റ ഇൻറ്റു x2 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ സിൻസ് ലാംഡ വൺ ലാംഡ ടു ആർ ഡിസ്റ്റിങ്ക്റ്റ്, ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് ടു വെക്റ്റേഴ്സ് x1 x2. അപ്പോൾ x1 x2 ആർ ഡിസ്റ്റിങ്ക്റ്റ്, അപ്പോൾ ലാംഡ വൺ മൈനസ് ലാംഡ ടു നോട്ട് ഈക്വൽ ടു 0. പിന്നെ എന്താ 0 ആവുന്നത്, x1 തീറ്റ ഇൻറ്റു x2 ഇസ് ഈക്വൽ ടു 0. അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആണ് x2 എന്നർത്ഥം. x1 തീറ്റ ഇസ് പെർപെൻഡിക്കുലർ ടു x2, അതുകൊണ്ടാണ് അത് 0 ആവുന്നത്. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവുന്നത്. അപ്പോൾ x1 തീറ്റ ഇൻറ്റു x2 ഈക്വൽ ടു 0 മീൻസ് x1 ആൻഡ് x2 ആർ ഓർത്തോഗണൽ. അപ്പോൾ ഹെർമിഷ്യൻ മെട്രിക്സിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് റിയൽ സിമെട്രിക് അടുത്ത കൊറോളറി പറഞ്ഞു, എനി 2 ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു 2 ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് റിയൽ സിമെട്രിക് മെട്രിക്സ് ആർ ഓർത്തോഗണൽ. റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു 2 ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആർ ഓർത്തോഗണൽ എന്ന് പ്രൂവ് ചെയ്യണം. അതിവിടെ പ്രൂവ് ചെയ്തിട്ടില്ല, അപ്പോൾ അതാണ് ഞാൻ നോട്ടിൽ ആദ്യം കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഈ സ്പെക്ട്രൽ ഡീകമ്പോസിഷന് ആവശ്യം, അതുകൊണ്ടാണ് അത് ഞാൻ ചെയ്തത്. ഇനി അടുത്ത ഇത് വരുന്നത് നിങ്ങൾ ഹോംവർക്കായി തന്നെ ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തിയറി 2 ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു 2 ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് എ റിയൽ സിമെട്രിക് മെട്രിക്സ് ആർ ഓർത്തോഗണൽ. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് എ ബി എ റിയൽ സിമെട്രിക്സ് n/n മെട്രിക്സ്. Then x1 x2 are characteristic vectors corresponding to lambda 1 and lambda 2. They are distinct, and lambda 1 and lambda 2 are real also. Real symmetric matrix അല്ല, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സും റിയൽ ആയിരിക്കും. അപ്പോൾ x1 is equal to lambda 1 x1, x2 is equal to lambda 2 x2 നമുക്ക് എഴുതാൻ പറ്റും. ഇനി നേരത്തെ ചെയ്ത പോലെ multiplying by x2 transpose to the first equation and multiply the second equation by x1 transpose, we get x2 transpose into ax1 is equal to x2 transpose into lambda 1 x1. അപ്പോൾ ലാംഡ 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ലാംഡ 1 ഇൻറ്റു x2 ട്രാൻസ്പോസ് x1 കൊടുത്തു. പിന്നെ ഇപ്പുറത്ത് എന്താ വരുന്നത്, ഇപ്പുറത്തെ x2 ട്രാൻസ്പോസ് ax1. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ x1 ട്രാൻസ്പോസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ x1 ട്രാൻസ്പോസ് ഇൻറ്റു ax2 is equal to ഇവിടെ x1 ട്രാൻസ്പോസ് ഇൻറ്റു ലാംഡ 2 x2. ഇപ്പോൾ ലാംഡ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാംഡ 2 ഇൻറ്റു x1 ട്രാൻസ്പോസ് x2 എന്ന് എഴുതി. ഇനി നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കണം. ഇവിടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും, x2 ട്രാൻസ്പോസ് ax1 ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമ്മളതിനെ ട്രാൻസ്പോസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ ട്രാൻസ്പോസ് ചെയ്ത് എഴുതി, അതായത് x1 ട്രാൻസ്പോസ് a ട്രാൻസ്പോസ് ഇൻറ്റു x2 ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ട്രാൻസ്പോസ് a x2 എന്ന് കിട്ടും.
X1 ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് റിയൽ സിമെട്രിക്സ് മെട്രിക്സ് അല്ലേ. അപ്പോൾ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. അതുകൊണ്ടാണ് ഇവിടെ X1 ട്രാൻസ്പോസ് എ പിന്നെ X2 ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് പറഞ്ഞാൽ X2 തന്നെ. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ X2 ട്രാൻസ്പോസ് ഇൻറ്റു AX1 ഉണ്ട് അല്ലേ. AX1 തന്നെ നമുക്ക് എന്താ എഴുതാം, λ1 X1 എന്ന് കൊടുക്കാം, ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി λ1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് എന്താ വരുന്നത് നോക്കാം. അതിന് മുൻപ് ഇവിടെ ഇപ്പോൾ λ1 ഇൻറ്റു ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ വരും, X1 ട്രാൻസ്പോസ് ഇൻറ്റു X2 എന്ന് വരും അല്ലേ. λ1 ഇൻറ്റു X1 ട്രാൻസ്പോസ് ഇൻറ്റു X2 ദാറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ λ2 ഇൻറ്റു X1 ട്രാൻസ്പോസ് ഇൻറ്റു X2 എന്ന് കിട്ടി. അപ്പോൾ ഇനി രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ λ1 ഇൻറ്റു X1 ട്രാൻസ്പോസ് X2, റൈറ്റ് സൈഡിൽ λ2 ഇൻറ്റു X1 ട്രാൻസ്പോസ് X2. അപ്പോൾ ഇതിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക, λ1 മൈനസ് λ2 ഇൻറ്റു X1 ട്രാൻസ്പോസ് X2 ഇസ് ഈക്വൽ ടു 0. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ λ1 മൈനസ് λ2 ഇൻറ്റു X1 ട്രാൻസ്പോസ് X2 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് λ1 λ2 ആർ ടു ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. therefore λ1 minus λ2 not equal to 0. That implies x1 transpose into x2 is equal to 0. That means x1 and x2 are orthogonal. That means x1 and x2 are orthogonal. x1 transpose is perpendicular to x2. അപ്പോൾ അടുത്ത തിയറം നിങ്ങൾ താൻ ചെയ്യണം. ഇത് മേദിയുടെ ടെക്സ്റ്റിലുണ്ട്, എന്നാൽ പോലും നിങ്ങൾ സ്വയം ആണ് ചെയ്യേണ്ടത്. അതായത് പ്രൂവ് ദാറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ടു ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് യൂണിറ്ററി മെട്രിക്സ് ആർ ഓർത്തോഗണൽ. അപ്പോൾ യൂണിറ്ററി മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സും ഓർത്തോഗണലാണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ റിയൽ സിമെട്രിക്സ് മെട്രിക്സിൻ്റെയും ഹെർമിഷ്യൻ മെട്രിക്സിൻ്റെയും പ്രൂവ് ചെയ്തു. അടുത്തത് മറ്റേതാണ് ചെയ്യേണ്ടത്. തന്നെത്താൻ ചെയ്യണം, എന്നിട്ട് മാത്രം ഇതിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ പറയാം.